ഇതൊരു തികച്ചും ഏകപക്ഷീയ മണ്ഡലമെന്ന് വിചാരിക്കുന്ന ധർമ്മടത്തെ കാടാച്ചിറയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ പാരമ്യത്തിലാണ്, സംശയമില്ല. രണ്ട് മുന്നണികളും സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ? ഇലക്ഷൻ ഉഷാറന്നെ. ആരാ ഇവിടെ ജയിക്കുക? ഇവിടെ ജയിക്കേണ്ട UDF-ൻ്റെ ആള്. എന്തുപറ്റി? ധർമ്മടം പക്ഷേ ഒരു CPM മണ്ഡലമാണെന്നാണല്ലോ. ഇവിടെ UDF ഇപ്രാവശ്യം ജയിക്കും. ഇവിടെ നോക്കിക്കോ, 1000 വോട്ടിന് UDF ഇവിടെ ഇപ്രാവശ്യം ജയിക്കും. എന്താ കാര്യം? കാര്യം വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേട്, അയാളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, അയാളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നു. പിന്നെ വായു തുറന്നാലേ കാളത്തരല്ലേ പറയൂ, അതുകൊണ്ട് തന്നെ ഈ 1000 വോട്ടിന് ഇപ്രാവശ്യം തോക്കും. അത് തന്നെയാണ് അഭിപ്രായം. അതിന് അഭിപ്രായം ഈ ഭരണം മാറണം, ഭരണം മാറിയിട്ട് പുതിയൊരു ഭരണം വരണം. ഇടാം ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസനമൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണല്ലോ. ഒരു വികസനമില്ല, വെറുതെ ഇങ്ങനെ പറിച്ചല്ലേ ഉള്ളൂ, ഒരു വായ കൊണ്ട് പറയില്ലേ ഉള്ളൂ. ഇവരെ എല്ലാം കളത്തരത്തിൻ്റെ കൂടിയും പോവാം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വെറും ഒന്നിനും കൊള്ളാതെ എല്ലാം ഓൻ്റെ മക്കൾക്കും കൂടി എല്ലാം കട്ടിട്ട് നന്നാക്കുക, വേറെ ഒന്നുമില്ല. ജനങ്ങൾക്ക് കൊണ്ടൊന്നും ചെയ്യുന്നില്ല. മാറ്റം ഉണ്ടാവണം. മത്സരം ഉണ്ടോ? നേരത്തെ ഉള്ള പോലെ അത്ര ഈസി അല്ല, ടൈറ്റ് ആണ്. അതിന്റെ കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ പിന്നെ സംവിധാനവും കാര്യങ്ങളും എല്ലാം ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതന്നെ അടുത്ത കാലത്ത് ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ പുള്ളി ചൂടാവുന്നൊക്കെ ഉണ്ടല്ലോ. അതുണ്ട്, തന്നെയാണല്ലോ പ്രശ്നം. പ്രായമാകുമ്പോൾ കുറച്ച് ലേശൻ്റെ നമുക്ക് ഒരു ഇത് മൈൻഡ് ചെയ്യണം ജനങ്ങളാ. അവർ നമ്മളെ സേവിക്കാൻ വേണ്ടിയാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പം നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. മാറ്റം ഉണ്ടാവും. എങ്ങനെയുണ്ട് ചേട്ടാ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ? ഇലക്ഷൻ്റെ കാര്യം എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ തുടർഭരണത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. എല്ലാവരും മാക്സിമമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവപ്പെട്ടിരിക്കില്ല. ഓരോ പാർട്ടിക്കാരും തന്നെ എത്രയോ നാളുകളായിട്ട് ഇവിടുത്തെ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായൊരു അവസ്ഥയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാറ്റി ചിന്തിക്കും എന്നുള്ള. ധർമ്മടവും മാറുമോ? ധർമ്മടം ഒന്നും പറയാൻ ഒക്കത്തില്ല. പഴയ പോലെ കാര്യങ്ങൾ എളുപ്പമല്ല. ഭൂരിപക്ഷം കുറേ ജയിച്ചാലും അല്ലേ? അത് തീർച്ചയായിട്ടും. എന്താണ് അഭിപ്രായം? എല്ലാവർക്കറിയില്ല, ഹിന്ദിയാണല്ലേ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ്? എങ്ങനെയുണ്ട്? ചൂട് ശരിക്കുള്ള സാധാരണ ചൂടായിട്ടില്ലല്ലോ ഇവിടെ. ആരാ ധർമ്മടത്ത്? എന്താ ഒരു പ്രതീക്ഷ? തന്നെ ആയിരിക്കും, പക്ഷേ ഭൂരിപക്ഷം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. കുറയോ? സാധ്യതയല്ലേ? നല്ല മത്സരമല്ലേ? റഷീദ് നല്ല ശക്തമായ സ്ഥാനാർത്ഥിയാണ്. ഭൂരിപക്ഷം നല്ല യുവാവാണ്, കുറച്ച് സ്ട്രോങ് ഉണ്ട്, നല്ല ചൂടാണ്. ഇന്നലെ ഇവിടെ പരിഗണന ഉണ്ടായിരുന്നു റഷീദ്, കുറച്ച് ആൾക്കൂട്ടലുണ്ട്. ഉഷാറാണ്. ശരി ശരി, ഓക്കെ. നമ്മളിവിടെ നല്ല പ്രചരണം നടക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ. രണ്ട് ഭാഗം ശക്തമാണല്ലേ? നല്ല മൂന്ന് ഭാഗം BJP നല്ല പ്രചരണത്തിൽ തന്നെയുള്ളത്. നല്ല വോട്ട് പിടിക്കും BJP. മാറ്റം ഉണ്ടാവും? മാറ്റം കേരളത്തിൽ മാറ്റമുണ്ടോ? ധർമ്മടത്ത് നല്ല വൻ ഭൂരിപക്ഷത്തിൽ വോട്ടുകൾ മാറും, നന്നായി ചേഞ്ച് കിട്ടും. പ്രതീക്ഷ അല്ല, ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. വേറൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. അതെ, തീർച്ചയായും. അപ്പോൾ എന്താ ധർമ്മടത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും സ്കോപ്പ് ഉണ്ട്. UDF LDF രണ്ട് സ്കോപ്പ് ഉണ്ട്. പഴയ പോലെ ഒരു ഈസി വിക്ടറി അല്ല, കുറച്ച് ചെറിയൊരു ടഫാണ്. UDF-ന് ഒരു പ്രതീക്ഷ കാണുന്നുണ്ട്. എന്തായാലും അഭിപ്രായം? അതന്നെ നമ്മളെ അഭിപ്രായം. UDF-ന് പ്രതീക്ഷയുണ്ട്. UDF-നുണ്ട്. മികച്ച സ്ഥാനാർത്ഥിയും കൂടെ ആണല്ലേ? മികച്ച സ്ഥാനാർത്ഥിയാണ് ഇവിടെ. എന്താ മാറ്റം ഉണ്ടാവുമോ ധർമ്മടത്ത്? മാറ്റം വരാൻ സാധ്യതയില്ല. LDF-ന് വരുമെന്നുള്ളതാണ് എൻ്റെ. ഭൂരിപക്ഷം പഴയതുപോലെ ഉണ്ടാവും? ഭൂരിപക്ഷം കൂടും. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിണറായി. ഫുൾ കാര്യങ്ങൾ ചെയ്തു, പെൻഷനും എല്ലാം റോഡുപരമായിട്ട് എല്ലാം ചെയ്തു. എന്തായാലും LDF വരൂ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്താണ് അല്ല, ഇവരെല്ലാം പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്. ഇവിടെ ശക്തമായൊരു മത്സരം നടക്കുന്നത്. വിജയം നമ്മൾ LDF-ന് തന്നെ ആയിരിക്കും.
മത്സരം ശക്തമാണ്, മത്സരം പഴയതുപോലല്ല. പഴയ പോലെ ഭൂരിപക്ഷം കുറയും, പക്ഷേ മത്സരം ശക്തമായ മത്സരം നടക്കും. അതെന്താ അങ്ങനെ ഒരു ഏകപക്ഷീയമായ മത്സരത്തിൽ നിന്ന് മാറാനുള്ള കാരണം? ഏകപക്ഷീയമായ മത്സരം എന്ന് പറഞ്ഞാൽ ഇപ്പം UDF-ന്റെ സ്ഥാനാർത്ഥി ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. അയാൾ മുന്നേ തളിപ്പറമ്പെല്ലാം ഇതാക്കിയിട്ട് നല്ല ഭൂരിപക്ഷം MP ഗോവിന്ദന്റെ ഭൂരിപക്ഷം കുറച്ച ആളാണ്. കുറച്ചാണ്. അതേപോലെ ഇവിടെയും ഭൂരിപക്ഷം കുറയും, അതിൽ സംശയമൊന്നുമില്ല. എന്താ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയുണ്ട് ധർമ്മടത്തെ? ധർമ്മടത്താ കഴിഞ്ഞതിനെക്കാട്ടും ഭൂരിപക്ഷം ഉണ്ടാവും, അത്ര തന്നെ വരുന്ന ഉണ്ടാവും അല്ലേ? അടിച്ച് പൊളിച്ച് ജയിക്കും. അടിച്ചു പൊളിച്ചേക്കും. എല്ലാം ശരിയോ? 100%. വീണ്ടും പിണറായി വരും. ഭൂരിപക്ഷം ധർമ്മടത്ത് എങ്ങനെയുണ്ട്? ജയിക്കും 100% ജയിക്കും. എന്താ ചേട്ടാ പറയാനുള്ളത്? ഇലക്ഷനെ പറ്റി എന്നാ പറയണ്ടേ? ധർമ്മടത്ത് എന്താ അവസ്ഥ? ധർമ്മടത്ത് കോൺഗ്രസ് വരും. നല്ല മത്സരമാണല്ലേ? അതെ. കഴിഞ്ഞ 3-4 വർഷം ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരുന്ന ആളാണ് പിണറായി വിജയൻ. അതെ. അത് മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അത് എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഓരോരോ ഇതന്നെ പ്രശ്നങ്ങളാണ്. പിണറായി പഴയ പോലെ സ്വീകാരനല്ല എന്നുണ്ടോ? സ്വീകാരനെല്ലാം പെട്ടെന്ന് ഒരു പ്രഷർ കൂടുതലുള്ള മനുഷ്യനായി ദേഷ്യം കാണിക്കുന്നല്ലേ? ജനത്തിന് ഇഷ്ടപ്പെടുന്നില്ല ചില ആൾക്കാർക്ക്. അതാണ് മെയിൻ പ്രശ്നം. അത് മാറ്റം ഉണ്ടാക്കും. മാറ്റം ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് ഉഷാറാണ്. ആരാ ഇവിടെ ജയിക്കും? പറയാ നല്ല മത്സരമാണോ? നല്ല മത്സരമാണ്. നേരത്തെ ഉള്ള പോലെ അല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം പിണറായി ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? പിണറായി നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉറപ്പില്ല, ഉറപ്പൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ എല്ലാം ഫുൾ വരണോ അങ്ങനെയാണല്ലോ. ഭരണം കുഴപ്പമാണ്. വളരെ കുഴപ്പമില്ലേ? ജനങ്ങൾക്കെല്ലാം അത്രയും മിസ്റ്റേക്ക് ആയിട്ടുള്ള കാരണമായിരുന്നു. ഒരു ധർമ്മടത്തുകാരനാണ് ഈ പറയുന്നത്. ധർമ്മടത്തുകാരനാണ്. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കൊന്നും ഒരു പ്രയോജനമില്ലല്ലോ. മുഖ്യമന്ത്രി നാടാരി നമുക്കെന്താ കാര്യം? ഒരു കാര്യമില്ല. അന്നും ഇന്നും ഒരുപോലെ തന്നെ ഓട്ടർച്ചക്കാരനെന്ന എന്ത് മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. അതിൽ മുഖ്യമന്ത്രി ആയിട്ട് ആ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെയൊന്നും ഒരു പ്രയോജനമില്ല. നമുക്കൊന്നും ഒരു കാര്യമില്ല. ഇലക്ഷന്റെ കാര്യം എങ്ങനെയുണ്ട്? ആര് ജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല മത്സരമാണോ? അതെ. നേരത്തെയൊക്കെ പിണറായി വിജയൻ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ ഇത്. മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും മത്സരം കൊള്ളാം. ചെറിയ വോട്ടിനെങ്കിലും പിണറായി ജയിക്കുമെന്ന് വിചാരിക്കണം. പക്ഷെ ഭൂരിപക്ഷം കുറയും. മത്സരം നല്ല മത്സരമാണ്. എന്താ കാര്യം? കുറച്ച് അതൃപ്തിയൊക്കെ ഉണ്ടോ ജനത്തിന്? അതൊന്നും ഇപ്പം പറയുന്നില്ല. പക്ഷെ മത്സരം ഉണ്ടാവും. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.